ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. എൻ്റെ കോലം കണ്ട് ആരും പേടിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ഫേസിൽ യൂസ് ചെയ്യണത് സെറാണ് കേട്ടോ. ഈ സെറം ഞാൻ അങ്ങനെ അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ സൂം ചെയ്യണതൊന്നേ ഫോണിൽ അങ്ങോട്ട് കിട്ടണില്ല എന്ന് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയണത്. അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മുടെ സെറം 3-4 ഡ്രോപ്സ് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഈ സെറം യൂസ് ചെയ്ത് പിന്നെ എൻ്റെ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറി എല്ലാം ഒന്ന് ഈവൻ സ്കിൻ ടോണിലേക്ക് വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഫൗണ്ടേഷനായിരുന്നു കേട്ടോ. എൻ്റെ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റി ഈവൺ ആക്കിയിരുന്നത് ഫൗണ്ടേഷനാണ്. പക്ഷേ ഇപ്പോൾ നാച്ചുറലായിട്ട് തന്നെ എൻ്റെ ഈവൻ സ്കിൻ ടോണായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൽ. ഇത് ഞാനെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിട്ട് 3-4 ഡ്രോപ്സ് ആ വെറ്റ്നസ്സിൽ തന്നെ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യും, അങ്ങനെ തന്നെ വിടും. അങ്ങനെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് സെറ്റാഫിലിൻ്റെ ബേബി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഉണ്ണിയുടെയാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണിത്. നമ്മുടെ ഫേസിനെ നന്നായിട്ട് മോയ്സ്ചറാക്കി നിർത്തും. നല്ല മണമാണ്. എന്താ പറയുക, ഒട്ടും സ്റ്റിക്കിയോ അങ്ങനെയൊന്നുമല്ല, നന്നായി അബ്സോർബായിട്ട് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മുഖത്തും കഴുത്തിലും നമ്മുടെ ചെവികളും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് യൂസ് ചെയ്യാനുള്ളത് ലിപ് ബാമാണ് കേട്ടോ. ഇത് ദൈഗയുടെ ലിപ് ബാമാണ്, ബീട്രൂട്ട് ലിപ് ബാമാണ് കേട്ടോ. ഇതിന് നല്ലൊരു റെഡ് നിറമൊക്കെ തരും കേട്ടോ നമുക്ക്. ഇതും ചുണ്ടിനെ നന്നായിട്ട് മോയ്സ്ചറാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഓക്കെ ആണ്, പക്ഷേ എനിക്ക് ഇതിനേറ്റും കുറച്ചും കൂടി ഇഷ്ടം ഇവരുടെ തന്നെ ഒരു അലോവേര ജെല്ലുണ്ട്. അത് സൂപ്പറാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് തന്നൊരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇതും എന്താ പറയുക, സൂപ്പറായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. എല്ലാവരും കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റിയൊരു സൺസ്ക്രീനാണ്. അതും നമ്മൾ മുഖത്ത് നല്ല പോലെ മുഖത്തും കഴുത്തിലും എന്താ പറയുക ചെവികളും ഒക്കെ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡേ ടൈമിലല്ലേ സിറം യൂസ് ചെയ്തത്, അതുകൊണ്ട് എന്തായാലും ഒരു സൺസ്ക്രീം മസ്റ്റായിട്ട് ഇട്ടിരിക്കണം കേട്ടോ. നമ്മൾ നൈറ്റാണ് സിറം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ടാൽ മതി. പക്ഷേ ഡേ ടൈമിലായ കാരണം സൺസ്ക്രീം മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തതാണ്, അയ്യോ ഒരു കാര്യം മറന്നു, ഇത് നിവിയയുടെ റോൾ ഓൺ ആണ് കേട്ടോ. ഞാൻ കാണിക്കണത് എൻ്റെ പെട്ടെന്ന് വേർക്കണ ശരീരമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നിവിയയുടെ നാച്ചുറൽ ഗ്ലോ ആണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. അത് യൂസ് ചെയ്താൽ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ നമുക്ക്. നല്ലൊരു ഫ്രാഗ്രൻസും ആണ്. 72 ഹവേഴ്സാണ് ഇതിൽ പറയണത് അതിൻ്റെ ഇത് നിൽക്കുന്നുള്ളത് കേട്ടോ. നെക്സ്റ്റാണ് ഞാൻ പോൺസിൻ്റെയാണ് പൗഡർ എടുത്തേക്കണത് കേട്ടോ. ഈ പോൺസിൻ്റെ കോമ്പാക്റ്റ് പൗഡർ എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്, അവർക്ക് ബെസ്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെന്താ പറയുക, നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇട്ടോടത്ത് കിടക്കുമെന്ന് പറയണ പോലെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. എന്നുവെച്ചാൽ അധികം ഓവറും ആവില്ല. ഞാൻ പൗഡർ അങ്ങനെ യൂസ് ചെയ്യില്ല, പകരം ഈ കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യണത്. നല്ലൊരു എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷാണ് നമുക്ക് നൽകുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലായിടത്തും നന്നായിട്ട് എന്താ പറയുക, ഒന്ന് തൂത്ത് തുടയ്ക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ കണ്ടില്ലേ ആ ഓയിൽ ഫ്രീ ലുക്ക് തരുന്നത്, നല്ലൊരു മാറ്റ് ലുക്ക് തരും കേട്ടോ. ഇത് നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീമും മാത്രം ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഇടാച്ചാലും നല്ലൊരു രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിനധികം എന്താ പറയുക പ്രൈസും ആവണില്ല കേട്ടോ. നമ്മുടെ ദിയ കൃഷ്ണ സജസ്റ്റ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഞാൻ അപ്പം തൊട്ട് ഇത് മേടിച്ച് യൂസ് ചെയ്യണതാണ്. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. നെക്സ്റ്റ് ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ത്രെഡൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. എന്നാലും നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, എനിക്ക് ഐബ്രോസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യത്തിനുള്ളതുണ്ട്. ഇത് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസത്തിൽ നിൽക്കും. ത്രെഡ് ചെയ്യാൻ പോകാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അങ്ങനെ വളർത്താണ്. ഇത്തിരി നാൾ വളർത്തിയിട്ടൊന്ന് നല്ല കട്ടിക്ക് ത്രെഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ബ്രഷ് എന്ന് പറയണത് നമ്മുടെ ഐ ഷാഡോ ഇല്ലേ,
മസ്കാരയുടെ ബ്രഷാണ് കേട്ടോ. വെച്ചാൽ മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബ്രഷാണ് കേട്ടോ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചേക്കണതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഐലൈനർ ഒന്ന് എഴുതി കൊടുക്കാം. സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ ഐലൈനർ ഒന്നും എഴുതാറില്ല, എന്നാലും വീഡിയോയ്ക്ക് ആയതുകൊണ്ട് നമുക്കൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫോണിൽ നോക്കിയിട്ട് കണ്ണ് എഴുതണത്. ഇങ്ങനെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കൂർപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ എഴുതാറ് എപ്പോഴും. അപ്പോൾ ഒരു കണ്ണൊരു വിധത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത കണ്ണ് അതേപോലെ തന്നെ എഴുതണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതും ഏകദേശം ഒന്ന് സെറ്റാക്കി വരികയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്കാര ഇടാം കേട്ടോ. ഞാൻ വീട്ടിലായതുകൊണ്ട് അതൊന്നും ഇടണില്ല. പുറത്തേക്ക് പോവാഴ്ച ഞാൻ എന്തായാലും മസ്കാര യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ ലാഷ് അത്ര നല്ല ഭംഗിയുള്ള ലാഷൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ മസ്കാര എന്തായാലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഐലൈനർ എഴുതിയില്ലെങ്കിൽ പോലും മസ്കാര ഞാൻ യൂസ് ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യണില്ല, വീട്ടിൽ കാണാനല്ലേ, അത്ര ആർഭാടത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ ഐലാഷ് ജസ്റ്റ് ഒന്ന് ആ മസ്കാരയുടെ കോമ്പില്ല അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ലടോ. മാത്രമല്ല ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് വളരാനുള്ള ടെൻഡൻസി കൂടുന്നു. എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ കേട്ടോ. പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞില്ലേ, ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട്. അതിന് നമ്മൾ ആദ്യം ഇട്ട നമ്മുടെ ലിപ് ബാമൊക്കെ തുടച്ച് എടുക്കുകയാണ് കേട്ടോ. ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടണം എന്നാണ് പറയാറ്. പക്ഷേ ലിപ് ബാമിൻ്റെ മേലിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അധികം സ്റ്റേ ചെയ്യില്ല. അപ്പോൾ ലിപ് ബാം ഒന്ന് ഒപ്പിക്കളഞ്ഞതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ലോങ് സ്റ്റേ ആണത്രേ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ലാക്മിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതെന്ന് പറയണത് 19 ന്യൂഡ് ട്വിസ്റ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ നെയിം വരുന്നത്. ഇത് നല്ലൊരു എവറി ഡേ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എൻ്റെയൊക്കെ ഒരു കളർ ടോൺ ഉള്ളവർക്കൊക്കെ നല്ല ന്യൂഡ് ഷെയ്ഡായിട്ട് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ഞാൻ കോളേജ് മുതൽ ഇടണ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യണ ഒരു ലിപ്പ് കളറാണ് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ട സൂപ്പറാണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഗുരുവായൂരുണ്ടല്ലോ, ഗുരുവായൂർ ടെമ്പിൾ, അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ലൊരു കളറാണ് ഇതിൻ്റെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അതാണ് ഞാൻ കാണിച്ചു തന്നത്. അതിൻ്റെ കളർ കണ്ട സൂപ്പറാണ്. ഇതിൻ്റെ കൂടെ ഈ ലിപ്സ്റ്റിക് കൂടി വരുമ്പോഴാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് ഇരിക്കുക. എൻ്റെ എന്താ പറയുക ബെസ്റ്റ് കോംബോ ആണിത്. അധികം ഓവറും അല്ല, എന്നാൽ അത്യാവശ്യം നല്ലതുമാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ അത്യാവശ്യം സ്റ്റേയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ ഗേൾസിനും ഇഷ്ടമാണ്, എനിക്കും അതുപോലെ ഇഷ്ടമാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് എനിക്ക് പുറത്ത് പോകാനേ പറ്റില്ല, അങ്ങനെ ഒരാളാണ്. കൂടുതലും എനിക്ക് ബ്രൗൺ കളർ ഷെയ്ഡുകളാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. മറ്റെല്ലാതും ഇടും, എന്നാലും കൂടുതലും ബ്രൗണിലേക്കാണ് ഒരു നോട്ടം കൂടുതൽ. അപ്പം ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ എൻ്റെ ചുണ്ടുമ്മിടാണ്. കണ്ട നല്ലൊരു ഷെയ്ഡല്ല ഇത്, ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഷെയ്ഡ്. ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാ നല്ല ഷെയ്ഡാണെങ്കിൽ. ഞാൻ ക്യാമറ നോക്കിയിടണ കാരണം ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്നൊരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് ശരിക്കൊന്ന് അപ്ലൈ ആക്കി കൊടുക്കാം കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴേ നമ്മുടെ മുഖത്തിൻ്റെ ബ്രൈറ്റ്നെസ് കൂടുന്നു പറയുന്നത് ശരിയാണ് കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് തോന്നിയോ അത്? ഇനി നമുക്ക് മുടി കെട്ടി കൊടുക്കാം കേട്ടോ. ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് ഞാൻ കുളിക്കാത്ത മുടിയാണിത്. ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല, ഇന്ന് വെയിലുണ്ട്, പക്ഷേ എനിക്ക് എന്തോ കുളിക്കാൻ മടിയായിടാ, ഞാൻ കുളിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഈ കുളിക്കാത്ത മുടി കുളിച്ച മുടി പോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം മുടിയൊക്കെ നമുക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴേ ഞാൻ എന്താ പറയുക ബ്രഷ് യൂസ് ചെയ്യാറില്ല കേട്ടോ. തല കോംബ് ചെയ്യാനുള്ള ബ്രഷൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ മുടി കെട്ടാറ്. എനിക്കെന്തോ ചീർപ്പോണ്ട് ഇരണത് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമല്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്, നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. ഹിമാലയയുടെ ഒരു പ്രോട്ടീൻ ക്രീമാണിത്. ഇത് എന്താ പറയുക നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് നമ്മുടെ മുടിയൊക്കെ നല്ല സ്മെല്ലായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രീമാണെന്ന് പറഞ്ഞാൽ നല്ല ക്രീമാണ്. നല്ല സ്മെല്ലായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കണ്ണും പൂട്ടി മേടിച്ചോ, ഞാൻ ഗ്യാരണ്ടി. നല്ലൊരു എന്താ പറയുക നല്ല ഫ്രാഗ്രൻസാണ്. എന്താ പറയുക മുടി നല്ല ഗ്ലേസിങ് ആയിട്ട് നിൽക്കും. ഇത് എന്താ പറയുക നമ്മുടെ സ്പ്ലിറ്റൻസൊക്കെ കുറയ്ക്കും. സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാനതൊക്കെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹെയർ ഗ്രോത്തും നമുക്കങ്ങനെ ഇത് തേച്ചുകൊണ്ട് മുടി കൊഴിയലൊന്നുമില്ല. എനിക്ക് എൻ്റെ മുടിക്ക് നല്ലതായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. നല്ലൊരു പ്രോട്ടീൻ ക്രീമാണിത്. ഇത് ഞാൻ കൂടുതലും യൂസ് ചെയ്യണതേ
തല ഇങ്ങനെ പുണ്യമുള്ളതുകൊണ്ട് തന്നെ തല ഇങ്ങനെ മുടി ചെടയൊന്നും തീർക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മുടിയുടെ ചെടയൊക്കെ തീർക്കുമ്പോൾ മുടി അങ്ങനെ പൊട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ. മാത്രമല്ല മുടിക്ക് നല്ലതുമാണ്, നല്ല സ്പ്ലിറ്റൻസൊക്കെ കുറയും, നല്ല ഗ്ലേസിങ്ങും തരും, ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണിത്, എല്ലാവരും വാങ്ങിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ 2 ദിവസമായിട്ട് കുളിക്കാത്ത മുടിയുടെ ചെടയൊക്കെ ഒന്ന് തീർത്ത് നല്ല മാതിരി ഒന്ന് ചെടയൊക്കെ തീർത്ത് വകഞ്ഞെടുക്കണുണ്ട് കേട്ടോ. ഞാനിത് ഹെഡിലൊരു മസാജും കൊടുക്കും, മാത്രമല്ല മുടിയുടെ തുമ്പ് വരെ ഞാൻ പരട്ടും കേട്ടോ. നല്ലൊരു ഗ്ലേസിങ് ആണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ മുടിയുടെ ഡിഫറൻസ് നല്ലൊരു ഗ്ലേസിങ് വരുന്നുണ്ട് കേട്ടോ എൻ്റെ മുടിക്ക്. പിന്നെ അത് മുടിയുടെ തുമ്പ് വരെ ഞാൻ പരട്ടി കൊടുക്കാറുണ്ട്. ഇതേ കുറച്ച് ക്രീം എടുത്തിട്ട് മുടിയുടെ തുമ്പത്താണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത്. വേണ്ട, മുടിയുടെ തുമ്പൊക്കെ നല്ല സ്പ്ലിറ്റൻസൊക്കെ കുറഞ്ഞ്, നമ്മളെന്താ പറയുക, നമ്മൾ ഓയിലൊന്നും നമുക്ക് ഈ മഴക്കാലത്ത് അധികം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു നല്ല പ്രോഡക്റ്റാണ് കേട്ടോ, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എൻ്റെ അഭിപ്രായമാണ്, നല്ലതാണിത്. അപ്പോൾ ഞാൻ തലയ്ക്ക് ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് തലയുടെ ചെടയൊക്കെ കളഞ്ഞ് ഞാൻ മുടി കെട്ടാൻ പോവാണ് കേട്ടോ. ഇനി അങ്ങനെ കെട്ടണം എന്നുള്ളതാണ്, അത് എന്താ പറയുക, ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോൾ മുടി എല്ലാം കൂടി കെട്ടി അമ്മക്കെട്ട് പോലെ കെട്ടാണ് ചെയ്യാറ്. പിന്നെ ഞാൻ മറ്റേ മെടഞ്ഞിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആലോചനയിലാണ് ഞാൻ ഈ കിടന്ന് കാണിക്കണത് എങ്ങനെ കെട്ടും എന്നുള്ളത്. ഇതിപ്പോൾ വീഡിയോയിലായ കാരണം എങ്ങനെ കെട്ടും എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കാര്യം മറന്നില്ലേ, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, സിന്ദൂരം ഇട്ടില്ല. ഇടാൻ ഞാൻ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, എന്നാലും പിന്നെ ഞാൻ ഇടുമ്പോഴേ വാസ്ലൈൻ യൂസ് ചെയ്യും കേട്ടോ ആദ്യം തന്നെ. അത് നമ്മുടെ അവിടുത്തെ മുടി കൊഴിയില്ലേ, നമ്മൾ സിന്ദൂരം ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ മുടി കൊഴിയണതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ആദ്യം വാസ്ലൈൻ ഇത്തിരി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പൊടിക്കുങ്കുമം എടുത്തിട്ട് ഞാൻ തേക്കാണ് കേട്ടോ ചെയ്യാറ്. ഈ കുങ്കുമം എൻ്റെ ആദ്യമേ ഉള്ളൊരു കുങ്കുമമാണ് കേട്ടോ, നല്ലൊരു കളറാണ്, നല്ലൊരു റെഡ് കളറാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ കുങ്കുമം ഇട്ട് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മുടി കെട്ടാനായിട്ടുള്ള വീണ്ടുമുള്ള പരിശ്രമത്തിലാണ്. നമുക്ക് കുഴിമട എന്നെ മെടഞ്ഞിടാം, അതായിരിക്കും നല്ലത്. ദേവ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവൻ ഉറങ്ങുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കലും വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടാം. ഞാൻ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കെട്ടിയിരിക്കുന്നത്. എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല, ഞാൻ വീട്ടിൽ നിൽക്കണ കോലാണിത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെയും ഇങ്ങനെയൊക്കെ നിന്ന് കാണിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മുഖത്ത് വന്ന മാറ്റം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.